ഇന്ന് ക്യാപ്ഷനിൽ കാണിച്ചതുപോലെ തന്നെ നാട്ടിലേക്കുള്ള പർച്ചേസിംഗ് ആണ്. ഇന്ന് ഞങ്ങൾ വന്നത് ലുലുവിലേക്കാണ്. ലാസ്റ്റ് അവസാനഘട്ട പർച്ചേസിംഗ് ആണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തോടു കൂടി കഴിഞ്ഞിട്ടില്ല, പക്ഷേ അവസാനത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി കൂടുതൽ പർച്ചേസിംഗ് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ലുലുവിലേക്ക് പ്രധാനമായിട്ടും വരുന്നത് ഇതാ ഇങ്ങനത്തെ ഐറ്റംസ് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇത് പാത്രങ്ങളൊക്കെ കഴുകണ ഫൈരി, ഇതെപ്പോഴും നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകുന്നതാണ്. പിന്നെ അതേപോലെ ഇത് നാട്ടിലേക്കല്ല കേട്ടോ, വെളിച്ചെണ്ണ ഇവിടേക്കാണ്. ഇവിടുത്തെ ഇതിപ്പോൾ നാട്ടിലേക്ക് മാത്രമുള്ള പർച്ചേസിങ് അല്ല, നാട്ടിലേക്കും വീട്ടിലേക്കുള്ള പർച്ചേസിങ് രണ്ടും കൂടി ഒരുമിച്ചാട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. വെളിച്ചെണ്ണ എടുത്തത് ഇവിടേക്കും വേണ്ടിയിട്ടാണ്. അതേപോലെ ഹെയർ ക്രീം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇത് ഞങ്ങൾക്ക് മാത്രമായിട്ട് എടുക്കണതല്ല കേട്ടോ, നാട്ടിൽ കൊടുക്കാനുള്ളതും പിന്നെ ഞമ്മക്കും ഒക്കെ കൂടെ ഉള്ളത് മിക്സ് ആയിക്കൊണ്ടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര തോനെ ഹെയർ ക്രീം ഒക്കെ എടുക്കുന്നത് കേട്ടോ, കൊടുക്കാനുള്ളതും ഒക്കെ ഉണ്ട്. പിന്നെ ഇതാ ഈ ഒരു പെർഫ്യൂം, ഇതിൻ്റെ പിന്നിൽ ഒരുപാട് മെമ്മറീസ് ഉണ്ടാവും പല ആൾക്കാർക്കും. എനിക്കും ഇതിൻ്റെ സ്മെല്ല് കേൾക്കുമ്പം കുറേ പഴയ ഓർമ്മകൾ പോട്ടോ. സ്മെല്ല് കേൾക്കലല്ലോ അല്ലേ ചെയ്യുക, ഇതിൻ്റെ സ്മെല്ല് കിട്ടുമ്പോൾ കുറേ പഴയ ഓർമ്മകൾ വരും. ചില സ്മെല്ലുകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. പണ്ട് അനുഭവിച്ചതിന് ആ സ്മെല്ലൊക്കെ ഇപ്പം കുറേ കാലത്തിന് ശേഷം ആ ഒരു സ്മെല്ല് കിട്ടുമ്പോൾ നമ്മൾ ആ ഒരു ഓർമ്മകളിലേക്ക് പോണത്, അങ്ങനെ എത്ര ആൾക്കാർക്ക് ഫീൽ ചെയ്തിടുന്നൊന്ന് കമൻറ്റിൽ പറയണേ. അതേപോലെ തന്നെ ഈ ഒരു പെർഫ്യൂം യൂസ് ചെയ്ത ആൾക്കാരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. പെർഫ്യൂമിനെ പറ്റി പറഞ്ഞതിൻ്റെ ഇടയിൽ കൂടെ 2-3 ഷാമ്പൂസൊക്കെ ഇവിടുന്ന് എടുത്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ എടുക്കണത് ഇത് ഞാൻ നോക്കി എടുത്തിട്ടില്ല, തിരിച്ചങ്ങോട്ട് തന്നെ വെച്ച്. ഡവിൻ്റെ ബോഡി വാഷാണ്. പക്ഷേ ഇതിനേക്കാളും നല്ലത് ഇവിടുന്ന് മക്കളെ സ്കിന്നും ഒക്കെ ഡ്രൈ ആയപ്പോൾ ഡോക്ടർ സജസ്റ്റ് ചെയ്തത് ഡവിൻ്റെ സോപ്പാണ്. ഇത് ഞാൻ ആദ്യം യൂസ് ചെയ്തിനി, പക്ഷെ ഇപ്പോൾ സോപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയതിൻ്റെ ശേഷം സോപ്പ് തന്നെയാണ് നല്ലത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ലതാണ്. ഈ ഡവിൻ്റെത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെടണേ, പക്ഷേ ഡോക്ടർ അങ്ങനെ പറഞ്ഞത് കാരണം ഇപ്പം സോപ്പാണ് യൂസ് ചെയ്യൽ. പിന്നെ ഇതാ കോൾഗേറ്റ്, ഇതൊന്നും നാട്ടിൽ കിട്ടാത്ത സാധനങ്ങളൊന്നുമല്ല, പക്ഷേ അതൊരു ചടങ്ങല്ലേ നാട്ടിൽ പോകുമ്പോൾ അങ്ങനെയൊക്കെ കൊണ്ടുപോകൽ. അപ്പോൾ ഇതാ എപ്പോഴും നമ്മൾ പേസ്റ്റ് എടുക്കുമ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, ഈ ലാസ്റ്റ് ഇതിൻ്റെ അടിഭാഗത്തൊരു ഗ്രീൻ മാർക്ക് കണ്ടോ, അത് നോക്കിയിട്ട് എടുക്കണം, അതാണ് നല്ല പേസ്റ്റ് എന്നാണ് പറയുന്നത്. പിന്നെ ഇതാ ഒമേഗ, ഇത് എൻ്റെ ഇപ്പം പറഞ്ഞതാട്ടോ വാങ്ങാൻ. ഇപ്പനോട് ഞാൻ എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ ഇപ്പം എന്നോട് പറഞ്ഞത് കുറച്ച് വേദനൻ്റെ മരുന്നുകളും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഇപ്പൊക്കെ അങ്ങനത്തെ ഇതൊക്കെ പറയാനുണ്ടാവുള്ളൂ. അപ്പോൾ അത് വാങ്ങീന്. പിന്നെ നോക്കിയത് ഈ ബോഡി ലോഷൻസ് ആണ്. ബോഡി ലോഷൻ എപ്പോഴും ഞാൻ വാങ്ങൽ ഈ നിവ്യൻ്റെ ബ്ലൂ കളർ ഉണ്ടല്ലോ, എക്സ്ട്രാ ഡ്രൈ സ്കിന്നിനുള്ളതാണ്. ഇത് ഭയങ്കര എഫക്റ്റീവാട്ടോ. ഇത് സ്ഥിരമായിട്ട് നല്ല ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ സ്ഥിരമായിട്ട് ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. പെട്ടെന്ന് ഉണ്ടാവും എന്നല്ല ഞാൻ പറയണേ, സ്ഥിരമായിട്ട് തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. നല്ല സ്കിന്ന് നല്ല സോഫ്റ്റ് ആവും. ഈ ഒരു ബ്ലൂ കളർ തന്നെ വേണം കേട്ടോ എക്സ്ട്രാ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്ക്. ഇപ്പം ഞാൻ രണ്ടാമത് എടുത്തതും ഡ്രൈ സ്കിന്നിൻ്റെ തന്നെയാണ്, പക്ഷേ ബ്ലൂ ആണ് കൂടുതൽ എഫക്റ്റീവ്. അത് എക്സ്ട്രാ ഡ്രൈ ടു വെരി ഡ്രൈ നെയ്മല്ല ഇതിന്. പിന്നെ ഈ ഒരു ഐറ്റം എടുത്ത്, പിന്നെ അത് കഴിഞ്ഞിട്ട് ക്രീം 21, ഇത് ഞാൻ ഇമ്മക്ക് വാങ്ങിയതാണ്. ഇത് ഇമ്മൻ്റെ ഫേവറേറ്റ് ബോഡി ക്രീമാണ്. ഇമ്മ കുറേ കാലങ്ങളോളായിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. അത് ഇമ്മൻ്റെ ഫേവറേറ്റാണ്. എപ്പം പോകുമ്പോഴും അതൊന്ന് വാങ്ങാൻ പറയലുണ്ട്. അപ്പം ഇപ്പം പറയാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല, അമ്മക്ക് അതാണ് ആവശ്യം എന്നുള്ളത് അറിയുന്നതുകൊണ്ട് അതന്നെ എടുത്ത്. നാട്ടിൽ ഡിഷ് വാഷർ ഉള്ളതുകൊണ്ട് തന്നെ ഇതൊന്ന് നോക്കിയിട്ടോ, ഈ ഫിനിഷിൻ്റെ ക്യാപ്സ്യൂൾ ഇത് ഡിഷ് വാഷറിൽ യൂസ് ചെയ്യണതാണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യൽ. അപ്പോൾ ഇത് നോക്കി, പക്ഷേ അത് വാങ്ങിയിട്ടില്ല. കാരണം നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഭയങ്കര വിലയാണ്. അപ്പോൾ അത് അങ്ങോട്ട് തന്നെ തിരിച്ച് വെച്ച് നാട്ടിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ച്. പിന്നെ ഇവിടേക്ക് വന്നപ്പം ഇവിടെ ഫുള്ള് കുറേ സ്വീറ്റ്സ് ഉണ്ട് കേട്ടോ. ഇത് ഈ ദീപാവലീൻ്റെ ടൈമിനെടുത്ത വീഡിയോ ആണ് കേട്ടോ ഞാൻ, പക്ഷേ വാങ്ങിയിട്ടില്ല. വാങ്ങിയ എന്തായാലും കഴിക്കും. അതുകൊണ്ട് മാക്സിമം ഷുഗർ ഒഴിവാക്കുക എന്നുള്ളൊരു തീരുമാനത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അത് കഴിച്ചിട്ടില്ല, അല്ലാതെ വാങ്ങിയിട്ടില്ല. പിന്നെ ഇവിടുന്ന് നോക്കിയിട്ട് ഒരു ചിക്കൻ ടിക്ക റോളും, പിന്നെ ഈ സാധനം, ഇതിൻ്റെ പേര് ഫത്തായർ എന്നാണെന്നാണ് തോന്നണത്. എനിക്ക് ഉറപ്പില്ല, പേരറിയുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതാണ് ചിക്കൻ ടിക്ക റോള്. ഇത് രണ്ടുമാണ് കേട്ടോ നമ്മൾ വാങ്ങിയത്. അപ്പം വാങ്ങിയിട്ട് ഇവിടെ നിന്ന് തന്നെ കഴിച്ച് ബില്ലാക്കുമ്പം അതിൻ്റെ ആ ഒരു കവറ് അവിടെ കാണിച്ചു കൊടുത്താൽ മതി.
ഈ ഓടി വരുന്ന ആളെ മുടി കണ്ടോ, എങ്ങനെ കെട്ടിക്കൊടുത്തതേനി റൂമെന്ന്. ഇതാണ് അവസ്ഥ. റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ എത്ര നന്നാക്കി കെട്ടിക്കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ഇതാണ് അവസ്ഥ. ഓളെ കളി കാരണം മുടിൻ്റെ കോലൊക്കെ ഈ രീതിയിലാവും. തിരിച്ച് റൂമിലേക്ക് കയറുമ്പോൾ ഇതിലും കഷ്ടാവും കേട്ടോ. മുടി നെയ്യെടുത്ത് എപ്പോഴും RKG വാങ്ങല്. ഇത് ലുലുവിൻ്റെ ഗീ ആണ്. ലുലുവിൻ്റെ തന്നെ ഗീ ആണ്. ഇതിന് ഓഫർ ഉണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ എടുത്തതാണ്. മഞ്ഞപ്പൊടി എടുത്ത് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മഞ്ഞപ്പൊടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം വരുമ്പം വേറെ കൊണ്ടുവരണം. അപ്പോൾ അതങ്ങനെ എടുത്ത് പിന്നെ എപ്പം വരുമ്പോഴും വാങ്ങണതാണ് ഈ ഒലീവ്സ്. ഈ ഒലീവ്സ് ഇവിടെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പിലിട്ട ഒലീവ്സാണ്. ബ്ലാക്കും അതേമാതിരി ഗ്രീനും വാങ്ങിയാണ് നമ്മൾ. ഈ ബ്ലാക്കും പിന്നെ ആ ഗ്രീനും വാങ്ങിയാണ്. പിന്നെ ഈ ബേബി ക്യൂക്കംബർ ഉണ്ടല്ലോ, അതും വാങ്ങി. ഒലീവ്സ് നല്ല ടേസ്റ്റാട്ടോ. ഇതിങ്ങനെ വാങ്ങിയാൽ നമുക്ക് എന്താ പറയുക, സലാഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഹെർഷേഴ്സിൻ്റെ ഒരു ചോക്ലേറ്റ് സിറപ്പ് എടുത്ത് ഇവിടെ എത്തിയപ്പോൾ ഇങ്ങനെ ഒരു ബിസ്ക്കറ്റ് കണ്ടിട്ടോ. ഇതിലെന്തൊക്കെയോ വിറ്റാമിൻസ് ഉണ്ട്. വിറ്റാമിൻ A, B1, B2, B6, D and E ഒക്കെ ഉണ്ട് എന്ന് ഇതിന്മേൽ എഴുതി കാണിച്ച്. പിന്നെ അതേപോലെ തന്നെ നോ കൊളസ്ട്രോൾ എന്നൊക്കെ എഴുതി വെച്ചിന്. നോ ഷുഗർ നോ കൊളസ്ട്രോൾ എന്നൊക്കെ എഴുതി വെച്ചിന്. അപ്പോൾ അത് കണ്ടപ്പം എന്താവും എന്നറിയാൻ വേണ്ടി അതൊന്ന് വാങ്ങിന് കേട്ടോ. ബിസ്ക്കറ്റ് ടേസ്റ്റിനൊന്നും ഒരു മാറ്റവും ഇല്ല. നമ്മളെ ഈ 50-50ൻ്റെ മസ്ക ചസ്ക ബിസ്ക്കറ്റ് ഇല്ലേ, അതേ സെയിം ടേസ്റ്റ്. പിന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ടോ. ഞാനൊരു സ്വീറ്റ് ലവർ ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ ഒന്ന് സ്റ്റോപ്പ് ആവും കേട്ടോ. വാങ്ങിയാലോ എന്ന് വിചാരിക്കും. പക്ഷേ വാങ്ങൂല എന്ന് ഉറപ്പിച്ച് തീരുമാനിച്ച് കണ്ട് ഞാൻ തിരിച്ച് അവിടേക്ക് തന്നെ വെച്ചിണ്. ഷുഗർ കട്ടൊക്കെ ചെയ്യണ സമയത്ത് മാക്സിമം ഷുഗറിൻ്റെ അടുത്തേക്ക് പോവാത്തതാണ് നല്ലത്. പിന്നെ ഈ ഒരു ഫ്രൂട്ട് ഉണ്ടല്ലോ, ഇതിൻ്റെ പേരാണ് കാക്ക. നാട്ടിലുള്ളവർക്ക് അറിയുമോയെന്ന് എനിക്കറിയില്ല, പക്ഷേ സൗദിയിലുള്ളവർക്ക് ഇതിനെ പറ്റി അറിയാൻ മതിയാവും. കാക്ക എന്നാണ് ഈ ഫ്രൂട്ടിൻ്റെ പേര്. ഞാൻ ആദ്യമായിട്ട് ഈ ഫ്രൂട്ട് കഴിച്ചത് ഇവിടെ സൗദിയിൽ വന്നതിൻ്റെ ശേഷമാണ്. ഇത് കഴിച്ചപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് ഇതായി മാറി. അത്രക്കും ടേസ്റ്റാണ്. മധുരം എന്നൊക്കെ പറഞ്ഞാൽ മധുരത്തിൻ്റെ കട്ടിയാണ് ഈ ഫ്രൂട്ട്. ഭയങ്കര മധുരമാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇതിൻ്റെ സീസണിൽ തന്നെ ഇത് വാങ്ങണം. അല്ലാത്ത സമയത്ത് വാങ്ങിയാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആവില്ല അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ ഇതിൻ്റെ ഇഷ്ടം കാരണം അത് കണ്ടപ്പം പിന്നീട് സീസൺ അല്ലാത്ത സമയത്ത് വാങ്ങിയിനി. അത് ആദ്യം വാങ്ങിയതും രണ്ടാമത് വാങ്ങിയതും എൻ്റേർലി ഡിഫറെൻ്റ് ആണ് അതിൻ്റെ ടേസ്റ്റ്. പിന്നെ ഈ ഒരു ടൈപ്പ് മിക്സ്ചറുകൾ എടുത്തിട്ടോ. അതൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ച പാക്കറ്റ്സൊക്കെ നല്ല ടേസ്റ്റാണ്. ലുലുവിൽ വരുന്ന ആൾക്കാരൊന്ന് വാങ്ങി കഴിച്ച് നോക്കണേ. അത് ഭയങ്കര ടേസ്റ്റാണ്. ഒന്ന് പരിപ്പിൻ്റെ മാത്രമാണ്, മറ്റേത് എല്ലുംപാടി മിക്സ് ആയിട്ടുള്ളതാണ്. ഇത് പിസ്താഷ്യോ കുനാഫ ചോക്ലേറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ തന്നെ വേറാണ് കേട്ടോ. ഇത് ഞാൻ കഴിച്ചിട്ടില്ല ഇതുവരെ ആയിട്ടും. അപ്പോൾ അതങ്ങനെ കണ്ടപ്പം അതൊന്ന് വാങ്ങി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങുകയാണ്. അപ്പോൾ ആ ഒരു ചോക്ലേറ്റാണ് കേട്ടോ നാട്ടിലേക്ക് കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ട് എടുത്തത്. പിന്നെ ഇനിയിപ്പം ഞാൻ വന്നത് ഒരു സോസ് പാൻ നോക്കാൻ വേണ്ടിയിട്ടാണ്. കുറേ കാലമായി സോസ് പാൻ തിരഞ്ഞ് നടക്കണേ. പക്ഷേ ഞാൻ വിചാരിച്ച ടൈപ്പ് കിട്ടാത്തതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടില്ല. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവിടുന്ന് 2 കംഫർട്ടറും വാങ്ങി നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടുത്തെ പർച്ചേസിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ച് പോവാണ്. ഇന്ന് ഞാനൊരു മൂഡല്ലാതാണ് കേട്ടോ. ഇന്ന് നിങ്ങൾക്ക് എൻ്റെ ഈ സംസാരത്തിൽ എന്തെങ്കിലും ഫീൽ ചെയ്തണോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയൂല. ഒരു മൂഡും ഇല്ലാതാണ് ഞാൻ ഇന്ന് ഈ വോയിസ് ഓവർ കൊടുക്കണതും വീഡിയോ എഡിറ്റ് ചെയ്യണവും കാര്യങ്ങളൊക്കെ ചെയ്യണേ. എന്തോ ഒരു പോലെ എന്തൊക്കെയോ തോന്നിയത് അങ്ങോട്ട് പറഞ്ഞിന് ഞാൻ വീഡിയോയിൽ. നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തതെന്ന് എനിക്കറിയൂല. അതിനുള്ള കാരണം എന്താ വെച്ചാൽ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്ത് ഉംറക്ക് പോയ വീഡിയോ ഉണ്ടല്ലോ, അത് ഡിലീറ്റ് ആയിപ്പോയി. അതിൻ്റെ സങ്കടത്തിലാണ് ഞാൻ. അപ്പോൾ അത് യൂട്യൂബിൽ നിന്ന് ഡിലീറ്റായി. അപ്പോൾ എൻ്റെ ഗാലറിയിലും ഇല്ല, ഡിലീറ്റഡിലും ഇല്ല, ഒന്നിലും ഇല്ല. കാരണം അതിനിപ്പോൾ അപ്ലോഡ് ചെയ്തതിലേ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഗാലറിയിൽ നിന്നൊക്കെ ഡിലീറ്റ് ചെയ്ത് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട്. അതൊക്കെയാണ് എൻ്റെ മൂഡ് ഔട്ടിൻ്റെ ഒരു കാരണം. പിന്നെ ഞാൻ
ഞാനൊരു ഷോർട്ട് ഇട്ടീനി കുനാഫ കഴിക്കണത് മസ്റ്റ് ട്രൈ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാ ആ ഷോപ്പാണ് കേട്ടോ ഞാൻ ഇപ്പോൾ കാണിച്ചത്. ഈ ഇസ്കാൻ ബിൽഡിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ആ ഷോപ്പിൻ്റെ മുന്നിൽ തന്നെ ഒരു നമ്പറും കൊടുത്തിന്. ചെറിയൊരു കുഞ്ഞ് ഷോപ്പാണ്, പക്ഷേ സാധനം ഭയങ്കര ടേസ്റ്റാണ്. ഒരു രക്ഷയുമില്ല, നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്യാത്തോലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ ലൈക്കും ചെയ്യാൻ മറക്കരുത്.